கேரள மாநிலம் வயநாடு பகுதியில் நிலநடுக்கம் வந்ததாக தகவல் பரவியது. உள்ளூர்வாசிகள் அப்படி ஒன்றும் இல்லை என்று தெரிவிக்கின்றனர். கேரள மாநிலம் வயநாடு பகுதியில் கடந்த 29ஆம் தேதி நள்ளிரவில் கோர நிலச்சரிவு ஏற்பட்டு பல உயிர்கள் பறிபோனது. மேலும் பலரையும் காணாமல் போய் தேடி வரும் நிலையில் இன்று காலை 10 மணி அளவில் சுகந்தகிரி, மேல்முறி, சென்னாய்வுக்காவு, சேர்த்துக்குன்னு ஆகிய பகுதிகளில் பயங்கர சத்தம் கேட்டதாக அப்பகுதி பொதுமக்கள் தெரிவிக்கின்றனர். ஆனால் நில அதிர்வு காணப்பட்டதாக தெரியவில்லை என்றும் கூறுகின்றனர். இதற்கிடையில் நில அதிர்வு காணப்பட்டதாக காட்டுத்தீ போல செய்திகள் பரவியது. ஆனால் பொதுமக்கள் அப்படி ஒன்றும் இல்லை என்றுதான் கூறுகின்றனர். மேலும் கோர நிலச்சரிவு ஏற்பட்ட பகுதியில் உள்ள மக்கள் விருப்பம் உள்ளவர்கள் அங்கிருந்து வெளியேறலாம் என்று கேரள அரசு கூறியுள்ளதாகவும் தெரிவிக்கின்றனர். நில அதிர்வு காணப்படவில்லை என்றும் பயங்கர சத்தம் மட்டுமே கேட்டதாகவும் உள்ளூர்வாசிகள் தெரிவித்துள்ளனர். കൊഴുതന പഞ്ചായത്തിലെ സുഗന്ധഗിരി, മേൽമുറി, സേട്ടുകുന്ന്, ചെന്നായിക്കാവില തുടങ്ങിയ പ്രദേശങ്ങളിൽ രാവിലെ ഏകദേശം ഒരു 10-10:30 വലിയ ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദം കേട്ടു എന്ന ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സേട്ടുകുന്ന് പ്രദേശത്തുണ്ട്. അപ്പം ഏകദേശം പഞ്ചായത്തിൻ്റെ ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും തന്നെ ശബ്ദവും ചെറിയൊരു പ്രകമ്പനവും ഉള്ളതായിട്ട് സൂചിപ്പിച്ചു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിലവിലില്ല. എന്നിരുന്നാലും ഇപ്പോൾ വയനാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ബന്ധുവീടുകളിലോട്ട് മാറണം എന്നുള്ള ആളുകൾക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കി മേലധികാരികളിൽ നിന്ന് എന്താണോ നമുക്ക് നിർദ്ദേശം വരുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നതാണ്. ഒരു ജാഗ്രതാ നിർദ്ദേശം ഭാഗത്തുള്ള ജനങ്ങൾക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട്. നിലവില് ഇവിടെ അങ്ങനത്തെ സാഹചര്യങ്ങളില്ല, അങ്ങനത്തെ ഒരു പ്രയാസമില്ല. ഇവിടെ വന്ന് മീഡിയക്കാരും അല്ലെങ്കിൽ കലക്ടറും ഉദ്യോഗസ്ഥരും വന്ന് പിന്നെ ഇത് ഉണ്ടാക്കാൻ ആരും തന്നെ ശ്രമിക്കരുതെന്നാണ് പറയാനുള്ളത്. നിലവിൽ അങ്ങനത്തെ പ്രയാസമില്ല. ഇനി അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശോധിക്കട്ടെ. പരിശോധനയിൽ ഞങ്ങൾ കൃത്യമായ റിപ്പോർട്ട് തരട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ജനങ്ങൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇവിടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ 2018-19 കാലങ്ങളിൽ ഇവിടെ ഉരുൾപൊട്ടിയ സമയത്ത് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മഴയില്ല. മഴയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കാലാവസ്ഥ ഒരാഴ്ചയായിട്ട് വെയിലാണ്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നാണ്. കോഴിക്കോട് ഉണ്ടായിരുന്നാണ്, വയനാട് ജില്ലേന്റെ എല്ലാ മൂലയിലും ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ഈ ഇവിടുന്ന് ആളുകൾ എങ്ങോട്ട് മാറണമെന്നാണ് ഈ പറയുന്നത്. മാറണമെങ്കിൽ അതിനുള്ള തക്കതായ സേഫ് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തിയിട്ട് പറയും മാറണമെന്ന്. അല്ലാതെ ഇവിടെ നിന്നുള്ള 10-100 കുടുംബങ്ങൾ മാത്രം തൊട്ട് താഴെയുള്ള 1 കിലോമീറ്റർ താഴത്തേക്ക് മാറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നേരെ അങ്ങോട്ടേക്കല്ലേ ചെല്ല. അപ്പൊ അതൊരു സേഫായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പൊ ആളുകൾക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പാനിക് ആക്കാതെ എന്താണ് സംഭവം അല്ലെങ്കിൽ എന്താന്നുള്ള പഠനം നടത്തിയിട്ട് വ്യക്തമായി ആളുകളെ ബോധിപ്പിപ്പെടുത്തി കൊടുക്കുക. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ആളുകളെ പാനിക്കാക്കുന്ന സമീപനം ഉണ്ടാകരുത്.